നമ്മൾ ഇന്നീ കാണുന്ന എല്ലാ ഓഫ് റോഡ് വാഹനങ്ങളുടെയും ഒരു പിതാവെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനത്തിനെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു Fabbsonwheels. സോ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് വണ്ടികളുടെ പിതാവെന്ന് വിളിക്കാൻ പറ്റുന്ന വില്ലീസ് ആണ്. സോ വില്ലീസ് ഇത് എക്സ്ക്ലൂസീവ്ലി ഒരു സ്റ്റോക്ക് വെഹിക്കിൾ അല്ല, ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഒരു ബ്രദർ തന്നെയാണ്. പുള്ളിയുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പുള്ളിയെ പരിചയപ്പെടുത്താൻ പറ്റും, ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് വെള്ളനാതുരുത്ത് എന്ന് പറയുന്ന കരുനാഗപ്പള്ളി ലൊക്കേഷനാണ്. നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു കാറിൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ കാലങ്ങളായി, അല്ലെങ്കിൽ ജിപ്സിയൊക്കെ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പല സിനിമകളിൽ ഇംഗ്ലീഷ് ഫിലിംസിലും അതോടൊപ്പം തന്നെ തമിഴ് ഫിലിംസിലും ബോളിവുഡ് ഫിലിംസിലൊക്കെ ഭയങ്കര ചേസിങ് ഒക്കെ നടക്കാറുള്ള ഒരു വണ്ടിയാണ്. സോ അന്നോട്ട് തന്നെ ഈ വണ്ടിയെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. ഈ ഒരു ജീപ്പ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ശരിക്കും ഈ പറഞ്ഞ വില്ലിയിൽ നിന്നാണ്. അപ്പോൾ ഈ വില്ലിയുടെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും ഇതൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ്, അല്ലാതെ ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും ഈ വണ്ടിയെക്കുറിച്ച് എടുക്കാൻ നമ്മൾ ആളല്ല. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ വണ്ടിയുടെ മറ്റുള്ള വിശേഷങ്ങളിലോട്ട് പോകാം. അതുപോലെ തന്നെ ഈ വണ്ടി വന്ന രസകരമായ ചില കാഴ്ചകളും കാര്യങ്ങളും, ഇതിൻ്റെ കുറച്ച് ഡ്രൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നമ്മുടെ വില്ലിയുടെ ഫ്രണ്ട് പോർഷൻ അലങ്കരിക്കുന്നത് ഈ ഒരു കുഞ്ഞ് ഹെഡ് ലാമ്പും ഈ ഒരു 7 ഗ്രില്ലും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, അത് പാർക്ക് ലൈറ്റ് ആണ് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് ലാംപ്സ് അല്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ജീപ്പുകൾ കാണാൻ പറ്റുന്നില്ല. ഈവൻ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാബ് ബേസിലുള്ള പല ജീപ്പുകളും മോഡിഫൈ ചെയ്യുന്നത് ശരിക്കും ഈ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടാണ്. ഈ ഒരു ലൈറ്റിനൊക്കെ തന്നെ അഡീഷണൽ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ശരിക്കും വിൻറ്റേജ് വാഹനങ്ങളുടെ മെയിൻ ഐഡന്റിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു ആർമി ലാമ്പ്, അതോടൊപ്പം തന്നെ ഈ ഒരു പാർക്ക് ലൈറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെ ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പഴയ കാലത്ത് നമ്മുടെ ഉണ്ടായിരുന്ന മേജറിലൊക്കെ ഉണ്ടായിരുന്ന അതേ ടൈപ്പ് തന്നെ ഒരു ബോണറ്റ് ഹുക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത് ആലോചിക്കണം, ഈ വണ്ടിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പുതിയ കാലത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, എല്ലാം നമ്മൾ കോപ്പി ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഇത്രത്തോളം 1964 ആണ് ഈ ഒരു വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ട്. സോ ഇതിൻ്റെ എഞ്ചിൻ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ നമ്മുടെ കാലത്തിന് അതീതമായിട്ട് മാത്രമാണ് നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് പറയാനായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡ് പോർഷൻ നോക്കി നമ്മൾ ബാക്ക് പോർഷനോട് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ബാക്കിൽ വരുമ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടെയിൽ ലാംപ്സ് ആണ് നമുക്ക് ബാക്കിൽ ഈ ഒരു ചെറിയിക്കാൻ കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്ന ആ ഒരു ടെയിൽ ലാംപ്സും ശരിക്കും ആർമിയുടെ ടൈപ്പ് തന്നെയാണ്. പിന്നെ ബാക്കിൽ നമുക്ക് വേറൊരു ലൈറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇത് ശരിക്കും ഈ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും. കാരണം എനിക്ക് തോന്നുന്നു പഞ്ചാബീസിൻ്റെ പല സൈറ്റുകളിലും പഞ്ചാബീസിൻ്റെ ഫേസ്ബുക്കിലുള്ള പല പോസ്റ്റുകളും ഞാൻ ഈ വീഡിയോസിൽ ശരിക്കും ഇത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് പറ്റും. ഈ സംഭവങ്ങളൊക്കെ ശരിക്കും അവൈലബിൾ ആണ്. ചില മേജർ പാർട്സുകളും എഞ്ചിൻ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് വില്ലീസിൽ നമുക്ക് അവൈലബിൾ അല്ലാതായിട്ടുള്ളത്. അപ്പോൾ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതാണ്, ഈ ഒരു വാഹനത്തിൽ ശരിക്കും നമുക്കൊരു 10 ലിറ്റർ താഴെയായിരുന്നു സ്റ്റോക്കിൽ നമുക്ക് പെട്രോൾ ടാങ്ക് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇങ്ങനെയുള്ള ജീപ്പുകളിലൊക്കെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ജെറിക്കാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഉള്ള വാഹനത്തിനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യങ്ങൾ വരുന്നില്ല. ഈവൻ ലൈക്ക് നമ്മുടെ ജിപ്സിക്ക് പോലും അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുന്നില്ല. പക്ഷേ ജെറിക്കാൻ എപ്പോഴും ഒരു ഓഫ് റോഡിങ് വാഹനത്തിൻ്റെ ശരിക്കും ഒരു മെയിൻ അറ്റൻഷൻ തന്നെ ഈ ഒരു ജെറിക്കാനാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ആർമിയുടെ ഒരു ഹുക്ക് കാണാൻ പറ്റുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർമിയുടെ ഹുക്കും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കിലി വരുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയുടെ റിയലിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ കാലത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഡ്രൈവ് വീഡിയോയിലോട്ട്
വണ്ടിക്കകത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 2 ഗിയേഴ്സ് വരുന്നുണ്ട്. സോ ഇത് ലോയും ഹൈയും സെലക്റ്റഡ് ആണ്. അതുപോലെ തന്നെ 4 വീൽ ഇനേബിൾ ചെയ്യുന്ന ഈ ഒരു ഗിയർ ബോക്സ് ആണ്. സോ ഇതിന്റെ ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ 3+1 ആണ് വരുന്നത്. അതായത് 3 നോർമൽ ഗിയറും അതുപോലെ ഒരു റിവേഴ്സുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ആസ് യൂഷ്വൽ നിങ്ങൾ കാണുന്ന ആ ഒരു മീറ്റർ കേബിളിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ മീറ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ഇതൊരു CJ ആണെന്ന് പറഞ്ഞത്, അതായത് സിവിലിയൻ ജീപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്ലാസ് നമുക്ക് മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 2 സൈഡിലുള്ള ഔട്ട് സൈഡ് മിറേഴ്സ് ഉണ്ട്. ഓബിയസ്ലി ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിളാണ്. നമുക്ക് എന്തായാലും ഡ്രൈവ് തുടങ്ങാം. നമുക്ക് ഈ ഒരു ഡ്രൈവ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് CJ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അതായത് ബേസിക്കലി ഈ ഒരു വണ്ടി ഭയങ്കര ഹൈ ടോർക്ക് ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. പിന്നെ എപ്പോഴും ഇതിൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഓപ്പൺ ആയിട്ടിരുന്ന വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഒരു ഡ്രൈവിങ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം എന്ന് വെച്ചാൽ ആകെ 3 ഗിയർ മാത്രമേ ഉള്ളൂ ഈ ഒരു വണ്ടിക്ക്. കാരണം ഈ ഒരു റോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഓഫ് റോഡാണ്. അത്യാവശ്യം നോർമലി ഉള്ള ഓഫ് റോഡ്. ഇതൊരു മൈനാണ്. ശരിക്കും ഇവിടെ കേരളത്തിലെ മൈൻ ഭയങ്കര സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് ഭയങ്കര സൗണ്ടായിരിക്കും വണ്ടിയുടെ ഭാഗത്ത് കിട്ടുന്നത്. പിന്നെ എനിക്ക് പറയേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് ഇവിടെ ഒരു ഹോൾഡർ വരുന്നുണ്ട്. ശരിക്കും ഇതൊരു ഗൺ ഹോൾഡറാണ്. ഗൺ ഹോൾഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ പണ്ട് കാലത്തൊക്കെ മിലിറ്ററീസൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗൺ വെക്കുന്നൊരു ഹോൾഡറാണ്. നമുക്കിവിടെ ഗൺ വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾഡർ വന്നിരിക്കുന്നത്. ഈ ഒരു ലോക്ക് നമുക്ക് എനേബിൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഫ്രണ്ടിലോട്ട് മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. മോൾഡ് ചെയ്തിട്ട്, കാരണം മിലിറ്ററി ആൾക്കാരൊക്കെ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ശരിക്കും വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ജീപ്പ് വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ മിലിറ്ററീസിന് വേണ്ടിയിട്ട് ശരിക്കും വില്ലി ഈ ഒരു വണ്ടി രൂപകൽപ്പന ചെയ്തത്. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക്, അവിടുത്തെ സിവിലിയൻസിന് ഈ ഒരു വണ്ടിയുടെ ആവശ്യകത കൂടി വന്നപ്പോൾ ഫാമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് തന്നെ പിൽക്കാലത്ത് ഈ ഒരു വണ്ടി കൂടുതൽ നിർമ്മിക്കപ്പെട്ടു. ബേസിക്കലി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഡ്രൈവിങ്ങിൻ്റെ ഫീലാണ്. നമുക്കൊരു 4 വീൽ ഡ്രൈവ് ഇനേബിൾ ചെയ്യാതെ തന്നെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്ക് വില്ലിയുടെ ഒരു ലോഗോ ഉണ്ടായിരുന്നു. സോ ആ ലോഗോ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഹോൺ നമുക്ക് വരുന്നത് ഇവിടെ തന്നെയാണ്. പഴയ ടൈപ്പ് ഒരു ഹോൺ തന്നെയാണ് വണ്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ വില്ലിയുടെ ഒറിജിനൽ ഹോണല്ല. ബേസിക്കലി ഈ ഒരു വണ്ടിക്കകത്ത് എല്ലാത്തരം ഒറിജിനൽ പാർട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ മാക്സിമം നമുക്ക് ആ പാർട്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. പിന്നെ ബേസിക്കലി എടുത്ത് പറയേണ്ട ഈ ഒരു വിൻഷീൽഡ് ശരിക്കും നല്ലൊരു വിൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇതിൻ്റെ മേളിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഫ്റ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു സോഫ്റ്റ് ഫുഡ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പാടില്ലാണ്ട്. പിന്നെ പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഗൾഫിൽ ഒരു NRA ആണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി പുള്ളി വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ കുറച്ച് കൂടുതലാണ്. പെട്ടെന്ന് ഒരാൾക്ക് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ സ്ലോമോ എടുക്കാം. ശരിക്കും ഇപ്പോൾ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഫീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു MM540 ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു എഞ്ചിൻ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഒറിജിനൽ വില്ലി ഓടിക്കുന്ന ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു സ്റ്റോക്ക് വില്ലി കിട്ടണം. കാരണം സ്റ്റോക്ക് വില്ലി വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഉള്ള വില്ലികൾ തന്നെ കൂടുതൽ ഓടുന്നില്ല. നമ്മൾ ഈ മ്യൂസിയം പോലുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട്, വിൻറ്റേജ് മ്യൂസിയം പോലുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഓട്ടോമൊബൈൽ ഷോപ്പുകാരൊക്കെ വണ്ടി ശരിക്കും റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ. കാരണം ഓഫ് റോഡിങ്ങിൽ ഇത്രത്തോളം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രത്തോളം പെർഫോമൻസ് ഉള്ളൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാലാതീതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ വില്ലീസ്. ശരിക്കും അതിനകത്ത് അവകാശപ്പെടാന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഈ വണ്ടി ശരിക്കും മൺമറഞ്ഞു പോയാൽ പോലും ഇതിൻ്റെ പല എക്സ്പെൻസും അല്ലെങ്കിൽ പല സംഭവങ്ങളും കാലാതീതമായിട്ട് മുന്നേറുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫാബ്സൺവീൽസ് ഡിസർവ് ചെയ്യുന്നതാണ്. കാരണം ഒരു ഓൾഡ് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വില്ലിയുടെ ഡ്രൈവ് എക്സ്പീരിയൻസ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലെജൻഡറി വെഹിക്കിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റിയത് നമ്മുടെ ശരത് ബ്രോ തന്നതാണ്. ശരത് ബ്രോ ശരിക്കും എൻ്റെ നാട്ടുകാരനാണ്. ആളുടെ കയ്യിൽ വേറെ 1-2 ബൈക്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എടുത്ത് പറയത്തക്കായിട്ട് നമ്മുടെ SD ഉണ്ട്, പഴയ ലാംബ്രഡർ ഉണ്ട്. അപ്പോൾ 1-2 വണ്ടികളുടെ ഉണ്ട്. പിന്നെ പുള്ളി ഞാൻ പറഞ്ഞല്ലോ ഒരു വണ്ടി ഭ്രാന്തൻ കൂടെയാണ്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എത്തിക്കും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോയിലാണെങ്കിലും പുള്ളിയെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മളിങ്ങനെ മോട്ടോർ അഡിക്റ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ നിങ്ങളെ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു വീഡിയോ അനുമതിയൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കണം. അതോടൊപ്പം നമ്മുടെ ഫാബ്സോൺവീൽസ് എന്നുള്ള
നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം ഇനി വരുന്ന എപ്പിസോഡ്സൊക്കെ എന്ന് പറയുമ്പോഴത്തെ ക്യാമ്പിംഗ് വീഡിയോസ് ആയിരിക്കും ഫാബ്സോൺ വീൽസിൽ എത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ള ലെജൻഡറി വെഹിക്കിൾസ് അല്ലെങ്കിൽ ക്ലാസിക് വെഹിക്കിൾസും നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള യൂസ്ഡ് കാറുകളും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മിക്സർ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും വളരെ ഒരു നല്ലൊരു മൂഡിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉള്ളൊരു പഴയ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് നമ്മൾ മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയുള്ള പഴയ വെഹിക്കിൾസ് തന്നെയാണ്. ശരിക്കും ഈ ഒരു വീഡിയോ വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഫാബ്സോൺ വീൽസിൻ്റെ ഒരു ഗുഡ് ബൈ.